പ്രകൃതിയെയും സംസ്കാരത്തെയും സംരക്ഷിക്കാൻ അവസാന ശ്വാസം വരെ പൊരുതിയ പോരാളിയായിരുന്നു MP വീരേന്ദ്രകുമാർ എന്ന് കവി ആലങ്കോട് ലീലാകൃഷ്ണൻ പ്രസ്താവിച്ചു. ജനതാദൾ നേതാവും കേന്ദ്രമന്ത്രിയുമായിരുന്ന MP വീരേന്ദ്രകുമാറിന്റെ 6ാം ചരമവാർഷികത്തിന്റെ ഭാഗമായി രാഷ്ട്രീയ ജനതാദൾ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയക്കാരനായിരുന്നില്ലെങ്കിൽ തത്വചിന്തകനായി മാറുകയായിരുന്നു വീരേന്ദ്രകുമാറെന്ന് ആലങ്കോട് പറഞ്ഞു. ഫാസിസത്തിനെതിരെയാണ് അദ്ദേഹം പോരാടിയത്. അദ്ദേഹത്തിന്റെ രാമന്റെ ദുഃഖം എന്ന പുസ്തകം അതാണ് തെളിയിക്കുന്നത്. മലയാളിയുടെ മനസ്സിൽ ജലത്തിന്റെ പ്രാധാന്യം വിളിച്ചോതിയ പ്ലാച്ചിമട സമരത്തിന് അദ്ദേഹം നേതൃത്വം നൽകി. MA ഫിലോസഫി വിവേകാനന്ദ കോളേജിൽ നിന്ന് ഫിലോസഫിയിൽ 2 പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട്. ഇന്ത്യൻ ഫിലോസഫി, വെസ്റ്റേൺ ഫിലോസഫി. അത് കഴിഞ്ഞിട്ടാണ് MBA എടുത്തിട്ടുള്ളത്. ആ കാലം മുതൽക്ക് അപ്പോൾ പെട്ടെന്ന് സംസാരിക്കുമ്പോൾ ന പുണ്യം, ന പാപം, ന സൗഖ്യം, ന ദുഃഖം, ന മന്ത്രോ, ന തീർത്ഥ, ന വേദോ, ന യജ്ഞ, അഹംഭോജനം നൈവ ഭോജം, ഭോജ്യം ന ഭോക്ത, ചിദാനന്ദരൂപം ശിവോഹം ശിവോഹം എന്നുള്ളൊരു ശ്ലോകം ചൊല്ലിയപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് അഹം ബ്രഹ്മാസ്മി തന്നെയാണ്. അങ്ങനെയാണ് തുടങ്ങിയത്. ഞങ്ങൾ കണ്ടുകൊണ്ടിപ്പോൾ ഫിലോസഫിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇന്ത്യൻ ഫിലോസഫി, ജൈന ഫിലോസഫി, വിശുദ്ധ ഖുറാനെ മുൻനിർത്തിക്കൊണ്ടുള്ള ഇസ്ലാമിക് ഫിലോസഫി, ക്രിസ്ത്യൻ ഫിലോസഫി, മതങ്ങളുടെ തത്വചിന്തയെ ഉൾക്കൊണ്ടൊരാളായിരുന്നു. പക്ഷെ ഇത്രയും ജീനിയസ് ആയ ഒരു ചിന്തകൻ മലയാളത്തിൽ വേറെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം രാഷ്ട്രീയക്കാരനല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ലോകം കണ്ട ഏറ്റവും വലിയ ചിന്തകനായ എഴുത്തുകാരനാകുമായിരുന്നു. ബർട്രൻഡ് റസൽ എന്നൊക്കെ പറയുന്ന നിരയിലേക്ക് പോകേണ്ട ഒരാളായിരുന്നു. SSLC +2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങൾ നൽകി. ജില്ലാ പ്രസിഡന്റ് ബഷീർ കൊടുന്തരപ്പള്ളി അധ്യക്ഷനായി. കഥാകൃത്ത് ശങ്കരനാരായണൻ, CMP ജില്ലാ സെക്രട്ടറി K കലാധരൻ, R ശിവദാസ്, RJD സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ TK സുബ്രഹ്മണ്യൻ, ജബാർ അലി, ജില്ലാ ജനറൽ സെക്രട്ടറി സിറാജ് കൊടുവായൂർ, ഗോപിനാഥൻ, ദാസൻ വെണ്ണക്കര, ഗാലിദ് തുടങ്ങിയവർ പ്രസംഗിച്ചു.